ഗുഡ് മോർണിംഗ് എവരി വൺ. സോ SSC CGL 2024 Tier 2ൻ്റെ മാർക്ക് ഔട്ടായിരിക്കുകയാണ്. കുറേ പേര് ഒരു സാഡ് മൂഡിലായിരിക്കും, കുറേ പേര് നല്ല മാർക്കുള്ള ആൾക്കാർ നല്ല മൂഡിലായിരിക്കും. അപ്പോൾ ഒരു 300 നമുക്കറിയാം, ഒരു 310ൻ്റെ മുകളിൽ മാർക്കുള്ളവർക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടും എന്നുള്ളത്. അതിൽ താഴെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഏതെങ്കിലും പോസ്റ്റ് കിട്ടുമെന്നുള്ളത്. എന്നാലും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു CGL 2024 എക്സാമിൽ കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഈ ഒരു CGL എക്സാമിൽ കൂടെ ഒരു പോസ്റ്റ് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് Tier 1 തൊട്ട് അനലൈസ് ചെയ്യാം. സോ Tier 1 രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും ഡെഫിനറ്റ്ലി. ഒന്ന് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാരും, ഒന്ന് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാരും. സോ ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്ലിയർ ചെയ്ത ആൾക്കാരെ പറ്റി ഞാൻ പിന്നെ പറയാം, അവർ Tier 2 അറ്റംപ്റ്റ് എഴുതിയിട്ടുണ്ടാവും എന്തായാലും. സോ ക്ലിയർ ചെയ്യാത്ത ആൾക്കാരിൽ അതിലും രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് നമ്മൾ മോക്കുകളിൽ നല്ല മാർക്ക് കിട്ടിയിട്ട് എന്നാൽ റിയൽ എക്സാമിൽ മാർക്ക് കുറഞ്ഞ ആൾക്കാർ. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ മോക്കിലും മാർക്ക് കുറവാണ്, റിയൽ എക്സാമിലും മാർക്ക് കുറവാണ്. കാരണം 152 ജനറലിൻ്റെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇതിൽ മോക്കിൽ മാർക്ക് കിട്ടിയിട്ട് മറ്റ് റിയൽ എക്സാമിലേക്ക് മാർക്ക് കുറയുന്ന ആൾക്കാരെ പറ്റി ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞേക്കാം. അല്ലാത്ത ആൾക്കാർക്ക്, അതായത് മോക്കിലും മാർക്ക് കുറവാണ്, റിയൽ എക്സാമിനും മാർക്ക് കുറവാണ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയാം നമ്മളെ കണ്ടൻറ്റ് ഡെഫിനറ്റ്ലി കൂടേണ്ടതാണ്. അവരുടെ കണ്ടൻറ്റ് കുറഞ്ഞിട്ടാണ്, ഇപ്പോൾ 4 സെക്ഷനിൽ GK, QA, RA, ഇംഗ്ലീഷിലെ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് അവർക്ക് എക്സാമിൻ്റെ കട്ട് ഓഫ് കടക്കാൻ പറ്റാത്തതെന്നുള്ളത് അവർക്കറിയാം. സോ ഈ ഒരു വർഷം, അതായത് 2025 ജൂൺ ജൂലൈ മാസത്തിൽ Tier 1 എക്സാം നടക്കും. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോൾ നമുക്ക് Tier 2 എക്സാം നടക്കും. ഈ വർഷം ഡിസംബറിൽ തന്നെ അതിൻ്റെ റിസൾട്ടും വരും. ജനുവരിയിൽ അടുത്ത വർഷം 2026 പുതിയൊരു പോസ്റ്റുമായിട്ട് നമുക്ക് 2026 വരവേൽക്കാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ പലരെയും ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ വർഷം കട്ട് ഓഫ് 152 ആണ്, അപ്പോൾ അടുത്ത വർഷം എന്തായാലും കട്ട് ഓഫ് കൂടില്ല എന്നാണ്. 150ൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് ഒരു 90,000ഓളം ആൾക്കാരാണ് 150ൻ്റെ മുകളിൽ ആയിട്ട് കട്ട് ഓഫ് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത ആൾക്കാരുള്ളത്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 155 റേഞ്ചിൽ, ഇതേ ലെവൽ ഓഫ് എക്സാം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 155 റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് കിടക്കുന്നത് മിക്കവാറും. കാരണം നോർമലൈസേഷൻ ഉണ്ട്, 10-40 ഷിഫ്റ്റ് നടക്കും. അപ്പോൾ അതിൻ്റെ നോർമലൈസേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലരുടെ ഡൗട്ട് വേക്കൻസികൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. വേക്കൻസികൾ ഓൾമോസ്റ്റ് ഒരു 10,000+ അല്ലെങ്കിൽ 12,000 ഈ ഒരു റേഞ്ചിൽ എന്തായാലും കാണാൻ സാധ്യത കുറവാണ്, ഉറപ്പില്ല. പക്ഷേ എന്നാലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സിൽ പുതിയ ഓഫീസ് സൂപ്രണ്ട് വേക്കൻസി ഓൾമോസ്റ്റ് 1000 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഓട്ടോണമസ് ബോഡീസും ഈ ഒരു ഇതിലേക്ക് SSC CGLൻ്റെ അണ്ടറിലേക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത സമയത്ത് നമുക്ക് അത്യാവശ്യം വേക്കൻസീസ് ഈ CGLലും 2025 CGLലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു മാക്സിമം കട്ട് ഓഫ് ഒരു 155 റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്ത് പഠിക്കുക. കണ്ടൻറ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ ബേസിക് ലെവൽ ഓഫ് കണ്ടൻറ്റ് നിങ്ങൾ കൂട്ടുക. നിങ്ങളെ റോ സ്കോർ എപ്പോഴും ഒരു 150ൻ്റെ മുകളിൽ എയിം ചെയ്യുക. 150ൻ്റെ മുകളിൽ എന്തായാലും നമ്മളെ റോ സ്കോർ ഉണ്ടായിരിക്കണം എന്ന എയിമിൽ തന്നെ പഠിച്ചുകൊടുക്കുക. ഒരു പ്രോപ്പർ സ്ട്രാറ്റജി നിങ്ങളൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രാറ്റജിയിൽ തന്നെ കൃത്യമായിട്ട് കണ്ടൻറ്റുകൾ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക. മോക്കിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, വീക്ക്ലി വൺസ് മോക്ക് എടുക്കുക. ആ മോക്ക് എടുത്തിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ സെക്ഷൻ വൈസായിട്ടോ ടോപ്പിക് വൈസായിട്ടോ നിങ്ങൾ കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ടഫ് മോക്സിലേക്ക് പോകണം എന്നുള്ള ആവശ്യമില്ല. അത്ര ഓവർ ടഫായിട്ടൊന്നും SSC എക്സാംസ് വന്നിട്ടില്ല. 2010 തൊട്ട് 2024 വരെ CGL അല്ലെങ്കിൽ മറ്റ് SSC എക്സാംസുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ അനലൈസ് ചെയ്തിട്ട് പോയാൽ മതി. ടഫ് മോക്സ് ആണെങ്കിൽ തന്നെ നിങ്ങളൊരു 140+, 145+ ഒക്കെ ടഫ് മോക്കുകളിലും നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങളുടെ Tier 1 നോളജ് നിങ്ങൾ എന്താക്കുക, കൂട്ടിക്കൊണ്ടുവയ്ക്കുക. അതിന് നിങ്ങൾക്ക് സമയമുണ്ട്, ആവശ്യത്തിലധികം സമയമുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളെ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇനി Tier 1 കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ Tier 1 കിട്ടിയ ആളാണ്, 152+ കട്ട് ഓഫ് ജനറൽ ആണെങ്കിൽ കടന്ന ആളാണ്. Tier 2 എഴുതിയ ആൾക്കാരാണ്. ഈ Tier 2 എഴുതിയ ആൾക്കാരും രണ്ട് തരത്തിലുണ്ട്. അതായത് Tier 2 നമ്മൾ മോക്കുകളിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് 330, 340 ഒക്കെ സ്കോർ ചെയ്തു, റിയൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു. എന്നാൽ മോക്കിന് മാർക്കില്ല, റിയൽ എക്സാമിനും മാർക്കില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മോക്കിനും മാർക്കില്ല, റിയൽ എക്സാമിനും മാർക്കില്ല എന്നാണെങ്കിൽ നിങ്ങളെ കണ്ടൻറ്റ് കുറവാണ്. Tier 1ഉം Tier 2ഉം രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. Tier 1 നിങ്ങൾ കട്ട് ഓഫ് കടന്നു എന്ന് വെച്ചിട്ട് Tier 2ന് മാർക്ക് കൂടില്ല. അപ്പോൾ നിങ്ങൾ Tier 2ൻ്റെ ലെവൽ വെച്ചിട്ട് നിങ്ങളെ കണ്ടൻറ്റ് കൂട്ടണം. കണ്ടൻറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tier 2ൻ്റെ ലെവലിൽ നോളജ് ലെവൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷേ അതിൽ ഇംഗ്ലീഷിന് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്.
അതേപോലെ തന്നെ സെക്ഷൻ 1ൻ്റെ ടൈമിങ്ങിന് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം പ്രോപ്പർ ടൈമിൽ അത് മാനേജ് ചെയ്ത് പോകണം. 1 മണിക്കൂറിന് നിങ്ങൾ 60 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ 1 അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെക്ഷൻ 1 പ്രാക്ടീസ് ചെയ്ത് അതിലെ കണ്ടൻറ്റ് കൂട്ടിയിട്ട് അതിലെ മാർക്ക് കൂട്ടുക. ഇംഗ്ലീഷിന് കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാനിൽ വർക്കൗട്ട് ചെയ്യുക. കാരണം ഇംഗ്ലീഷ് സിമ്പിളായിരിക്കും എന്തായാലും. അപ്പോൾ ഇംഗ്ലീഷ് സിമ്പിൾ എക്സാം ആവുന്ന സമയത്ത് തെറ്റിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ എററൊക്കെ ഒഴിവാക്കാനുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ മുന്നോട്ട് പോയിട്ട് നിങ്ങളെ മോക്കിലെ മാർക്ക് ഇപ്പം കുറവാണെങ്കിൽ അതൊരു 330+ ലെവലിലേക്ക് നിങ്ങൾ Tier 2 വേണ്ടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ Tier 1ൻ്റെ സ്കോർ കൂടിക്കോളും. ഓക്കെ, അപ്പോൾ അതൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. ഇനി എനിക്ക് പറയാനുള്ളത് Tier 1ലും മോക്കിന് നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞ്, അതേപോലെ തന്നെ Tier 2നും മോക്കിന് നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാരെ പറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എക്സാം സമയത്ത് ആ എക്സാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കുറയുന്നത്. അല്ലാതെ നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ മോക്കെടുത്ത സമയത്ത് നമുക്ക് നന്ന മാർക്കുണ്ട്, പക്ഷേ എക്സാം ഹാളിൽ പോയി എടുക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ എടുക്കുന്നത് ഒരേ മോക്കാണ്. ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും, അതായത് 20-ാം തീയതിയും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, 18-ാം തീയതിയും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഈ 18-ാം തീയതി മാർക്ക് കുറഞ്ഞ ആൾക്കാർ 20-ാം തീയതിത്തെ ഷിഫ്റ്റ് മോക്ക് വീട്ടിൽ പോയി എടുക്കുന്ന സമയത്ത് അവർക്ക് 330-ൻ്റെയും 340-ൻ്റെയും മുകളിലുണ്ട്. അതേപോലെ തന്നെ 20-ാം തീയതിൻ്റെ ഷിഫ്റ്റ് എടുത്തിട്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാർ 18-ാം തീയതിൻ്റെ ടഫ് ഷിഫ്റ്റ് വീട്ടിൽ പോയി എടുക്കുമ്പോൾ അതിനും 330-ൻ്റെ മുകളിൽ മാർക്കുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ടൻറ്റ് കുറഞ്ഞതല്ല നിങ്ങളെ പ്രശ്നം. കണ്ടൻറ്റ് കുറഞ്ഞതല്ല പ്രശ്നം. നിങ്ങൾക്ക് എടുക്കാൻ റിയൽ എക്സാം സമയത്ത് നിങ്ങൾക്ക് എക്സാം എടുക്കാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. എക്സാം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അത് മാത്രമാണ് നിങ്ങളെ പ്രശ്നം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കണ്ടൻറ്റ് ഒന്നും ഇനി കൂട്ടാനില്ല. നിങ്ങളൊരു 5 to 6 hours അല്ലെങ്കിൽ 4 to 5 hours ഡെയിലി ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. അതിൽ കൂടെ നിങ്ങൾ എക്സാം എങ്ങനെ എഴുതാമെന്നുള്ളത് പഠിക്കാം. എക്സാം ഹാളിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ് ഫ്രം നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഷീറ്റ് തരുന്നത് വൈകുന്നത് തൊട്ട്, നിങ്ങളെ സൈൻ ചെയ്യിപ്പിക്കാൻ വൈകുന്നത്, നിങ്ങളെ കീബോർഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ കൂടെയുള്ള ബാക്കി കുട്ടികളെല്ലാം നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ സ്ട്രെസ്സ് കൂടും. നിങ്ങളറിയാതെ തന്നെയാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റി എല്ലാം കൂടുന്നത്. അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറമുള്ള ആൾക്കാർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും വന്നത്, അവർ കഴിഞ്ഞ CGL കിട്ടിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ CHSL കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടി എഴുതിയിട്ട് എനിക്ക് കിട്ടുമോ, ഈ പറഞ്ഞ പല തോട്ട്സും നിങ്ങളെ മൈൻഡിലേക്ക് ആ സമയത്ത് നിങ്ങളറിയാതെ, അത് ചിലപ്പോൾ എക്സാം ഹാളിലേക്ക് കയറുന്ന വരെ ഈ പ്രശ്നം ഉണ്ടാവില്ല. എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പം ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങളെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു എൻവയോൺമെൻറ്റിൽ നിങ്ങൾ മോക്സ് എടുത്ത് ശീലിക്കണം. നിങ്ങൾ വീട്ടിലൊരു കംഫർട്ട് സോണിൽ നിങ്ങളെ റൂമിൽ പോയിട്ട് ലാപ്പിൽ വേറൊരു ശല്യമില്ലാതെ ആ ഒരു രീതിയിൽ നിങ്ങൾ മോക്ക് എടുക്കുമ്പോൾ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല. നിങ്ങൾക്ക് എറർ അധികം ഉണ്ടാവില്ല, നിങ്ങൾക്ക് മാർക്ക് നന്നായിട്ട് കൂടും. പക്ഷേ നിങ്ങൾ റിയൽ എക്സാം സെനോറിയോ എന്താണോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മോക്ക് എടുത്ത് തുടങ്ങണം. അത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ എക്സാമിൻ്റെ 1 മാസം മുന്നേ മോക്ക് എടുത്താൽ മതി എന്ന് പോരാ. Tier 1 എക്സാമിൻ്റെ ഒരു 3 മാസം മുന്നേ നിങ്ങൾ എടുത്ത് തുടങ്ങണം, മോക്ക് എടുത്ത് തുടങ്ങണം. ചിലർക്ക് Tier 1 എക്സാമിന് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല, Tier 2 മാർക്ക് കുറയുക. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ Tier 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാമാണ്. അത് മാത്രമാണ് നിങ്ങളൊരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് Tier 2 എക്സാമാണ്, അതിലെ മാർക്കാണ്. അപ്പോൾ അത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടും. ഇതേപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ മതി നിങ്ങൾക്ക് പാനിക് ആവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് Tier 1 എക്സാമിൻ്റെ ഒരു 2 to 3 months മുമ്പേ ഈ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ വീക്കിലി ഒരു 1 മോക്കെങ്കിലും എടുത്ത് ശീലിക്കണം. മാർക്ക് കുറയും. നിങ്ങൾ നോക്കിയാൽ അറിയാം, അങ്ങനത്തെ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ നിങ്ങൾ തലേന്നൊരു മോക്ക് എടുത്തിട്ട് അതേപോലത്തെ ഒരു മോക്ക് പിറ്റേന്ന് നിങ്ങൾ ഇതേപോലത്തെ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ ഒരു ഹോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ട് അതേപോലത്തെ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ ഇതേപോലത്തെ ഒരു സിഗ്നേച്ചർ വേണം, ഇതേപോലെ പേപ്പർ തരണം, ഇതേപോലെ ചിലപ്പോൾ കീബോർഡിന് കംപ്ലയിൻറ്റ് വരണം, ഇതേപോലെ ഒച്ചപ്പാടുകൾ ഉണ്ടാവണം. അങ്ങനത്തെ എക്സാം എൻവയോൺമെൻറ്റിൽ നിങ്ങൾ ഒരുപാട് മോക്ക് എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ തുടക്കം നിങ്ങളെ മാർക്ക് കുറയും. പിന്നെ അതിനോട് നിങ്ങൾ അഡാപ്റ്റായി വരും. നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾ റിയൽ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതേപോലെ ആൾക്കാർ ഇതാക്കിയാലും അതൊക്കെ നിങ്ങൾ മൈൻഡിനെ ബാധിക്കാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വർഷമുള്ളത് 2025. കാരണം ഈ വർഷം തന്നെ എല്ലാ റിസൾട്ടും വരും. Tier 1 കടക്കുക എന്നുള്ളതായിരിക്കും 2025 സംബന്ധിച്ച് 2025 CGL സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക്കായി വരുന്നത്. കാരണം Tier 1 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും 155+ ഒക്കെ വരും. അപ്പം നിങ്ങൾ 150+ റോ സ്കോർ ഓർ 160+ എയിം ചെയ്ത് പഠിക്കുക. 160+ എയിം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ഇൻ
അപ്പോൾ നമുക്ക് ടിയർ 2നെ സംബന്ധിച്ചിടത്തോളം ടിയർ 2 ടിയർ 1 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടിയർ 1ന് 180 170 മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാർക്ക് ടിയർ 2ന് മാർക്ക് കുറവാണ്. എന്നാൽ ടിയർ 2ന് സ്കോർ ചെയ്ത ആൾക്കാരെല്ലാം ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ. നോർമലൈസർ വെച്ചിട്ട് മാത്രം കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആൾക്കാരാണ് ടിയർ 2ന് 330 340 മുകളിലൊക്കെ സ്കോർ ചെയ്ത പല ആൾക്കാരും. അവർ പലരും JSO കട്ട് ഓഫ് പോലും ക്ലിയർ ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ ടിയർ 1 കടക്കുക എന്നുള്ളതാണ് 2025 ഒരു പ്രധാന ലക്ഷ്യമാക്കി നിങ്ങൾ വെക്കേണ്ടത്. സോ വേക്കൻസീസ് കുറവായിരിക്കും. കട്ട് ഓഫ് 170 ആവുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. 90,000 ആൾക്കാർ മാത്രമേ 150 മുകളിൽ ഓൾമോസ്റ്റ് കടന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ടിയർ 1 കടന്നാൽ മതി. പിന്നെ ആൾക്കാർ ടിയർ 1 കടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കുറയുന്നതാണ് ഏറ്റവും നല്ലത്. സോ വേക്കൻസീസ് എന്തായാലും ഉണ്ടാവും. വേക്കൻസീസ് നമുക്ക് CGLൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ മാർച്ച് ഏപ്രിൽ ഔട്ടാവും. അപ്പോൾ ഔട്ടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം വേക്കൻസീസ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അതിനേക്കാളും വേക്കൻസീസ് കൂടുക മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങൾ ഡെസ്പ് ആവാതിരിക്കുക. കാരണം ഈ വർഷം തന്നെ നിങ്ങൾക്ക് 2 ടിയർ 2 എഴുതാനുണ്ട്. ഒരു ടിയർ 2 എഴുതി കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത ടിയർ 2 ഈ വർഷം തന്നെ വരും. സോ നിങ്ങൾ ഏത് ലെവലിൽ എത്തിക്കഴിഞ്ഞോ അതേ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾ ജസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതി. അപ്പം ഇത് തന്നെയാണ് മിക്കവാറും നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത്. പലരും 6ാമത്തെ 7ാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്യുന്നത്. നമ്മളിവിടെ 2 അറ്റംപ്റ്റ് കഴിയുമ്പോൾ നമ്മൾ നിർത്തുന്നു. നിങ്ങൾ നോക്കി അറിയാം, സിവിൽ സർവീസ് എക്സാമിന് കേരളത്തിൽ നിന്നുള്ള പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ 5ാമത്തെയോ 6ാമത്തെയോ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്യുന്നത്. 5ാമത്തെയോ 6ാമത്തെയോ അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് 6 വർഷം അവർ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നിങ്ങൾ എത്ര പേര് 3 അറ്റംപ്റ്റ് കൂടുതൽ കൊടുക്കാറുണ്ട്? ഇല്ല, മാക്സിമം പോയാൽ 3 അറ്റംപ്റ്റ്. അപ്പോൾ അത് അപ്പോഴത്തേക്ക് നമ്മളൊരു ബോർഡറിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യേണ്ട ബോർഡറിൽ എത്തിയിട്ടുണ്ടാവും. 4ാമത്തെ അറ്റംപ്റ്റിൽ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ സമയത്തേക്ക് നമ്മൾ ഡെസ്പായി പോവും. ഇനി നമുക്ക് കിട്ടില്ല. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരും. അടുത്ത കട്ട് ഓഫ് കൂടുതലായിരിക്കും, വേക്കൻസി കുറവായിരിക്കും. ഈ പറഞ്ഞ പല സംഭവങ്ങളും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. നമ്മളവിടെ നിർത്തും. നേരെ മറിച്ച് നമ്മളൊരു മാർക്കിന് മാത്രമേ ചിലപ്പം കുറവുണ്ടാവും. ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ 4-5 മാസം കിടക്കുകയാണ്. ആ ഒരു മാർക്ക് നമുക്ക് 20-30 മാർക്ക് നമുക്ക് അധികമാക്കി എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡ്രോ ചെയ്ത സാലറിയുടെ പകുതി നിങ്ങൾക്ക് പെൻഷനായിട്ട് തന്നെ കിട്ടും. പകുതി പ്ലസ് അതിൻ്റെ DA എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡ്രോ ചെയ്ത ഓൾമോസ്റ്റ് ഫുൾ പേയ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി വരെ നിങ്ങൾക്ക് എന്തായിട്ട് തന്നെ കിട്ടും, പെൻഷനായിട്ട് തന്നെ കിട്ടുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം പുതിയതായിട്ട് കൊണ്ടുവന്നു. പുതിയ പേ കമ്മീഷൻ അടുത്ത വർഷം വരികയാണ്. സാലറി ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കോഴിക്കോട് അല്ലെങ്കിൽ ബാക്കിയുള്ള കേരളത്തിലോ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യക്കാരുടെ ഏജ് നിങ്ങൾ നോക്കിയാൽ അറിയാം. അവരെ എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ നന്നായി മാത്രമേ നമുക്ക് അടുത്ത എക്സാമിൽ എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റൂ. മോശത്തിലേക്ക് നമ്മൾ പോവില്ല. കാരണം SSC പ്രീവിയസ് ഇയർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ എത്ര കൂടുതലുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രാറ്റജിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടൻറ്റ് കൂട്ടുക. നിങ്ങൾ അടുത്ത എക്സാം ക്ലിയർ ചെയ്യും, ആ ലെവലിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.